രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ മുഖ്യ പ്രതികൾ അറസ്റ്റിലായി. പശ്ചിമബംഗാളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. മുസാഫിർ ഹുസൈൻ, ഷാസിബ്, അബ്ദുൾ മദീൻ അഹമ്മദ് താഹ എന്നിവരാണ് അറസ്റ്റിലായത്. കെ ബി ശ്രീധരനാണ് വിവരങ്ങളുമായി. ശ്രീധരൻ, ഇവർക്ക് വേണ്ടി ഏറെ ദിവസമായി അന്വേഷണം തുടരുകയായിരുന്നു. ഇവരുടെ പശ്ചാത്തലം, ഇവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ. രതീഷ്, ഈ സ്ഫോടനം നടന്ന ഏതാണ്ട് 40 ദിവസം പിന്നിടുമ്പോഴാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെ ഇപ്പോൾ NIA പിടികൂടുന്നത്. പശ്ചിമബംഗാളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ. മറ്റു പേരിൽ, അതായത് ഹിന്ദു പേരിൽ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണ് NIA വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന വിവരം. അതായത് ഇതിൽ ബോംബ് വെച്ച ആൾ ഇതിന്റെ കേസിന്റെ മുഖ്യ ആസൂത്രകൻ എന്നുള്ളത് അബ്ദുൾ മദീൻ താഹയാണ്. മുസാഫിർ ഹുസൈൻ ഷാസിബ് ആണ് ഈ ബോംബ് രാമേശ്വരം കഫേയിൽ കൊണ്ടുവെക്കുന്നതും സ്ഫോടനം നടത്തുന്നതും. ഇവർക്ക് ശിവമോഗ IS മൊഡ്യൂൾ കേസുമായി ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ NIA കണ്ടെത്തിയിരുന്നു. ഇവരെ സഹായിച്ച 2 പേരെ നേരത്തെ NIA അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർക്ക് ഒളിവിൽ കഴിയാൻ സഹായം ലഭിച്ചത് എവിടെ നിന്നാണ് എന്നുള്ളത് പോലീസ് NIA ഇപ്പോൾ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ ഈ സ്ഫോടനത്തിന് ശേഷം തുംകൂർ വഴി ബലഗാവിയിലെത്തി അവിടെ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് ഇവർ കടന്നായിട്ടുള്ള വിവരം നേരത്തെ തന്നെ NIA ലഭിച്ചിരുന്നു. കേസ് ഏറ്റെടുത്ത് ഏതാണ്ട് 1 മാസം തികയും മുൻപാണ് NIA ഇപ്പോൾ കേസിലെ മുഖ്യ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ഇതിന്റെ സ്ഫോടനത്തിന്റെ ചുരുളഴിക്കാൻ ശരി. ബംഗളൂരുവിലെ കഫേ സ്ഫോടന കേസിൽ, രാമേശ്വരം സ്ഫോടന കേസിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട 2 പ്രതികളെ പിടികൂടിയത്. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.